ഹായ് ഓൾ വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് പോപ്പുലർ നെക്സയുടെ പാലാരിവട്ടത്തുള്ള ഷോറൂമിലാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും പുതിയ മാരുതി സുസുക്കി ഈ വിറ്റാറ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ മാരുതിയുടെ വെഹിക്കിൾസിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരു സംസാരം അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു ഗ്യാതറിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ അപരിചിതരായിട്ടുള്ളവരും പല ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ആ കണ്ടുമുട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പല ഡിസ്കഷനുകളിലൊക്കെ പോകും. അപ്പോൾ ആ ഒരു ഡിസ്കഷനുകളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും വണ്ടിക്കാര്യങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ പല ആൾക്കാരുമായിട്ട് കാണുമ്പോഴല്ലേ ഈ ഡിസ്കഷനിലൊക്കെ ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കുള്ള ഒരു സ്വിച്ചിങ്ങിലേക്ക് ഉള്ള ഒരു എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 80% ആൾക്കാരും നമ്മൾ സംസാരിക്കുമ്പം അവർ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് മാരുതിയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വരട്ടെ അപ്പം നമുക്ക് നോക്കാം എന്ന് പറയുന്ന ഒരു കോമൺ ഒരു ഉത്തരം ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആയിട്ട് മാരുതിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ വന്നിരിക്കുകയാണ് ഈ വിറ്റാറ. യെസ്, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ വിറ്റാറ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ആ ഒരു ഫ്രണ്ട് ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ക ഒരു ന്യൂജൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് തരുന്നുണ്ട് വെഹിക്കിളിന്. അതിനൊപ്പം തന്നെ ആ ഒരു മസ്കുലർ സ്റ്റാൻസും വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പവർ ബൾജസും ആ ഒരു ഫ്രണ്ട് ആ ഹുഡിൻ്റെ അവിടെയൊക്കെ ആ ഒരു ലൈൻസ് ഒക്കെ കാണാം, പവർ ലൈൻസ് ഒക്കെ കാണാം. പിന്നെ മൊത്തത്തിൽ ആ ഒരു ഡിസൈനിലെല്ലാം ഒരു മസ്കുലർ ഫീല് ആ ഒരു സ്റ്റാൻസും വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. നല്ല മാസീവ് പ്രസൻസ് തന്നെയാണെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ പ്രധാന അട്രാക്ഷനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. അതൊരു 3 LED മെട്രിക്സ് TRLs എന്നാണ് നമ്മുടെ മാരുതി അതിനെ പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോഴത്തേനും അതും LED ആണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗം കൊടുത്തേക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ആ ഒരു ബാഡ്ജിങ് സിൽവർ ഫിനിഷ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സുസുക്കിയുടെ ഒരു നല്ല വലിപ്പത്തിൽ തന്നെയുള്ള ഒരു രീതിയിലാണ് ആ ബാഡ്ജിങ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. നല്ല ചെറിയ ടൈപ്പിലുള്ള ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. അഡാസ് വരുന്നുണ്ട്, ലെവൽ 2 വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സെൻസർ യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സെൻസേഴ്സ് കൊടുത്തേക്കുന്നതാണ്. ഫ്രണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എലമെൻറ്റ് പോയിട്ടുണ്ട്, ഡിസൈൻ എലമെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് കീപ്പ് ചെയ്തേക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോഗ് ലാംപ്സ് കാണാം. പിന്നെ ഈ ഒരു എയർ ഡാമിൻ്റെ ഭാഗത്ത് ഒരു സ്മാർട്ട് ഗ്രില്ലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വെഹിക്കിൾ ഓൺ ആണ്, അതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു സ്മാർട്ട് ഗ്രില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം അത് ഷട്ട് ചെയ്യുകയും ഓപ്പൺ ആവുകയും ചെയ്യുന്ന രീതിയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു മുകളിലത്തെ ആ ഒരു ഭാഗത്തൊക്കെ ഒരു സിൽവർ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു 18 ഇഞ്ച് എയ്റോ വീൽസ് ആണ്. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ ആ ഒരു ടൈപ്പ് വീല് തന്നെയാണ് വന്നേക്കുന്നത്. ആ ഒരു ബ്ലാക്കും സിൽവർ ഫിനിഷിലുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. എയ്റോ വീൽസ് പൊതുവേ നമ്മുടെ ആ ഒരു എയറോഡൈനാമിക് ഫീലിന് വേണ്ടിയിട്ടും ആ ഒരു എയർ ഫ്ലോ കറക്റ്റ് കട്ടിങ് ആയിട്ട് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു എയ്റോ വീൽസ് പൊതുവേ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിലെല്ലാം വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് 2 രീതിയിലുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4.7 മീറ്ററാണ് വെഹിക്കിളിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. വീൽ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2700 mm നമുക്ക് വരുന്ന ഒരു വീൽ ബേസ് ആണ്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് തന്നെയാണെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ടോൺ നിറമാണ്, ചെറി റെഡ് എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര് വരുന്നത്. നമുക്കൊരു റൂഫെല്ലാം ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സൈഡ് മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ക്യാമറ കൊടുത്തേക്കുന്നത് കാണാം. സൈഡിലേക്ക് വന്ന റിക്കോ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോർ ഗാർഡിൻ്റെ അവിടെ ആണെങ്കിലും നമ്മുടെ ഈ ഒരു വീൽ ആർച്ചസിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു സ്ക്വയറി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബോൾഡ്നെസ് ലുക്ക് നമുക്ക് വെഹിക്കിളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കമ്പനി പ്രത്യേകം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഡോർ ഗാർഡ്സിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ഒരു എലമെൻ്റ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രൈപ്സ് പോലുള്ള ഒരു എലമെൻറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ ബാക്കിലത്തെ ഡോറ് നമുക്ക് ഈ ഒരു രീതിയിലാണ്. ബാക്കിൽ ഇവിടെ ആണ് ഓപ്പണിങ് വരുന്ന ആ ഒരു ഡോർ ലിവർ വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഹിപ്പ് ഫോർമേഷനിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബൾജ് ചെയ്ത് കയറി വന്നേക്കുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഒരു വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ആ ഒരു മസ്കുലർ ലുക്ക് തരുന്ന രീതിയിലേക്കാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത്. ഇനിയിപ്പോൾ ബാക്ക് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു സ്പോർട്ടി ന്യൂജൻ ലുക്ക് തന്നെ തരുന്ന രീതിയിലാണ് ആ റിയർ ഡിസൈൻ. വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. ആ ഒരു 3 രീതി മെട്രിക്സ്
ടെയിൽ ലാമ്പാണ് വെഹിക്കിളിൽ ബാക്കിലും നമുക്ക് കൊടുത്തേക്കുന്നത്. ഇവിടെ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലാമ്പും ഒക്കെ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാർക്ക് ഫിന്നാൻഡ് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് നല്ലൊരു സ്പോയിലർ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. 2 വിങ് സ്പോയിലേഴ്സും നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു സ്പോർട്ടി എലമെൻറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടുപിടി ഡീഫോർഗർ, വൈപ്പർ, വാഷർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബമ്പർ വന്നിട്ട് ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്, സെൻസേഴ്സ്, രജിസ്ട്രേഷൻ പ്ലേറ്റ്. അതിനും താഴെയായിട്ട് നമുക്കൊരു ഡിഫ്യൂസർ എലമെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്കിഡ് പ്ലേറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അത് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഒരു പുതിയൊരു ഡിസൈൻ ഫീൽ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇത്രയാണ് നമുക്ക് റിയർ ഡിസൈനിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമുക്ക് 398 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഈ ഒരു സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് 40-20-40 അങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ 60-40 സ്പ്ലിറ്റാണ് നമ്മളെപ്പോഴും കാണാറുള്ളതെങ്കിൽ ഇത് നമുക്ക് 40-20-40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ബാക്കിൽ അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അത്യാവശ്യം ഒരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പെയർ വീലും ഒരു ഫുൾ സൈസ് അലോയ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എയറോ വീൽസാണ് കൊടുത്തേക്കുന്നത്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു സബ് വൂഫർ കൊടുത്തേക്കുന്നത് കാണാം, ഹുക്ക് കൊടുത്തേക്കുന്നത് കാണാം. ഇൻഫിനിറ്റിയുടെ ആണ് സ്പീക്കർ സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ അത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ വിറ്റാരയുടെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടെന്നുള്ള എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു സ്പോർട്ടി ഫീല് നമുക്ക് നല്ല രീതിയിൽ, എനിക്ക് ഉള്ളിലോട്ട് കയറിയപ്പോൾ ആ ഒരു സ്പോർട്ടി ഫീലാണ് എനിക്ക് ഒന്നുകൂടെ നമുക്ക് ആ ഒരു ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്കും ആ ഒരു ടാൻ ഫിനിഷോടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഫീല് നമുക്ക് വെഹിക്കിളിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ടാൻ ഫിനിഷ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. എ സി വെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ആ ഒരു വെർട്ടിക്കൽ രീതിയിലാണ് എ സി വെൻ്റൊക്കെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ചുറ്റിനും ആണെങ്കിലും ആ ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ഗ്രേ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. ഇവിടെ ഇൻഫോർടൈൻമെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കതിൽ കിട്ടുന്നുണ്ട്. മീഡിയ എടുത്തു കഴിഞ്ഞാൽ റേഡിയോ FM അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടച്ചൊക്കെ ആണെങ്കിലും നല്ല ആക്യുറേറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എ സിയുടെ ആ ഒരു കൺട്രോൾസൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു EVയുടെ എനർജി ഫ്ലോ സ്റ്റാറ്റിക്സ് ഒക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. TPMS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് റീജനറേഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആ കൊടുത്തേക്കുന്നത്. പിന്നെ സെറ്റിങ്സ്, അഡാസ് ഫീച്ചേഴ്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമുക്കിവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിലൂടെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു 360 ഡിഗ്രി ക്യാമറ, പിന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു ലോഞ്ചൊക്കെ ആയതുകൊണ്ട് ഈ ക്യാമറയുടെ ആ ഒരു പോർഷനിലൊക്കെ എല്ലാവരും കൈയൊക്കെ പിടിച്ച് ആ ഒരു രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ആ ഒരു മങ്ങൽ ആ ഒരു ഫീൽ നമുക്ക് വരുന്നതും. പിന്നെ അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹസാർഡിൻ്റെ സ്വിച്ചസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് AC-യുടെ ആ ഒരു ഫിസിക്കൽ സ്വിച്ചസ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. നമ്മുടെ ആ ഒരു ഓഡിയോയുടെ ആ ഒരു പെട്ടെന്ന് നമുക്ക് വോളിയം കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഷട്ട് ചെയ്യണമെങ്കിലും ആ ഒരു ഓപ്ഷൻ അതിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ നമുക്ക് ആ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തേക്കുന്നത്. കീ നമുക്ക് നമ്മുടെ മാരുതിയിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് കീ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ലോക്കും അൺലോക്കും ആ ഒരു രീതിയിൽ തന്നെ വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു 2 ഡെക്കായിട്ടാണ്, ഡ്യുവൽ ഡെക്ക് എന്നാണ് കമ്പനി ഇതിനെ പറയുന്നത്. ഡ്യുവൽ ഡെക്ക്
ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെൻട്രൽ കൺസോളാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഭംഗി നമുക്കതിൽ കിട്ടുന്നുമുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷിഫ്റ്ററിലാണ് നമുക്ക് ആ ഡ്രൈവ് മോഡ്സ് എല്ലാം നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്പോട്ട്, എക്കോ, അങ്ങനെ നോർമൽ, അങ്ങനെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഈ ഒരു പെഡൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഒരു ലെഗ് പെഡലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ലെഗ് പെഡലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അത് കൊടുത്തത്. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. സ്നോ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡെക്ക് പോലെ, ആ പറഞ്ഞ കമ്പനി പറയുന്ന പോലെ തന്നെ ആ ഡെക്ക് പോലെ നമുക്ക് ഇവിടെ ഒരു സ്പേസും നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. അവിടെ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വേണ്ട നമുക്ക് ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടേക്കുന്നത് കാണാം. 2 ടൈപ്പ് സി പോർട്ടും ഒരു ടൈപ്പ് സി പോർട്ടും നമുക്കൊരു USB പോർട്ടുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 12 വോൾട്ടും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ നല്ല വലിപ്പത്തിലുള്ള ഒരു ആംറസ്റ്റ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. കൂൾഡല്ല, നോർമലായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറേജാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിനിയിപ്പം ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്ററാണ് വരുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ചാർജിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ അഡാസിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്, പിന്നെ നമുക്ക് ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു റിമൈൻഡർ, അതൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ചാർജ് ആ ഒരു 63% കാണിച്ചിരിക്കുന്നതാണ്. റേഞ്ച് നമുക്ക് 287 ആണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഫ്ലാറ്റ് ബോട്ടം, അല്ലെങ്കിൽ ഒരു ഡീ കട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. ഒരു നല്ല ഒരു നമുക്ക് ഒരു കൈ പിടിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഒക്കെ കൊടുത്തേക്കുന്നത് നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഓഡിയോ കൺട്രോൾസും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ട്രിപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ ആ ട്രിപ്പ് മീറ്ററിൻ്റെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മെലങ്ക് ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോൾസ്റ്റേഴ്സാണ്. വളരെ ആ ഒരു ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഒരു സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നത്. കൊണ്ട് ഈ ഒരു സൈഡിലൊക്കെ നല്ല ബോൾസ്റ്റേഴ്സൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു SUV-ക്കകത്തിരിക്കുന്ന എല്ലാ രീതിയിലും ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഈ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു ഡ്രൈവർ സീറ്റാണ്. കോ ഡ്രൈവർ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് IRVM ഒക്കെ ആണെങ്കിലും ആ ഒരു നല്ല ഓട്ടോ IRVM ആണ്. നല്ല ചെറിയ രീതിയിലുള്ള ഒരു അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത് നല്ല ചെറിയ രീതിയിലാണ്. കോമ്പാക്ട് സൈസാണ് കൊടുത്തേക്കുന്നത്. LED ഒരു ലൈറ്റ്സ് ഒക്കെ നമുക്ക് റീഡിങ് ലാംപ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഈ ഒരു സൺറൂഫ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ്. സിംഗിൾ പെയിൻ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് സൺറൂഫ് കൊടുത്തത്. പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഫിക്സഡ് ഗ്ലാസ് ആണ് നമുക്ക് വെഹിക്കിളിൽ വരുന്നത്. നമുക്കിങ്ങനെ അല്ലാതെ ഈ ഒരു അടച്ചിടുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരു കണക്കിന് നല്ലൊരു കാര്യമാണ്. ഞാൻ നമ്മുടെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, ഫിക്സഡ് ഗ്ലാസ് വരുന്നത് എപ്പോഴും ഒരു സേഫ്റ്റി കൺസേൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സ്പീക്കർ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ് കൊടുത്തേക്കുന്നത്. വിത്ത് സബ് ഊഫറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലോഞ്ചിങ് സമയത്ത് ഇതിനകത്ത് ഓഡിയോ ഇട്ടിരിക്കുമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അല്ലാതെ സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്പീക്കറിൽ നിന്നായിരിക്കും എന്ന് വിചാരിച്ചത്. പിന്നീട് മനസ്സിലായി ഇതിനകത്തായിരുന്നു ആ ഒരു അത്ര നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ബ്ലാക്കും ആ ഒരു ടാൻ ഫിനിഷിങ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിലൊരു സ്പോർട്ടി ഫീലും ഒരു പ്രീമിയം ഫീലും ഒക്കെ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തേക്കുന്നതാണ്. അതിൻ്റെ മുമ്പോട്ട് വരുന്ന ആ ഒരു പവർ വിൻഡോയുടെ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ഡോർ പാനലിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ആംബിയൻ ലൈറ്റ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് ഗ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ സീറ്റിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വിറ്റാറയുടെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പറയേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലെഗ് റൂം ആണെങ്കിലും ഒരു നീ റൂം ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് കൊടുത്തത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അത്യാവശ്യം ബാക്കിലോട്ട് ഇറക്കി ഇട്ടിട്ട് പോലും നമുക്ക് ഇത്രയും ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ടുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും ഒട്ടും ക്രാംഡ് ആയിട്ടുള്ള ഫീൽ ഇല്ല. കാരണം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു വിൻഡോ ഏരിയ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ക്രാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഒന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു സീറ്റ് സ്ലൈഡിങ്ങും റിക്ലൈനിങ്ങും പറ്റുന്ന രീതിയിലാണ് ഇതേണ്ടത്. നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ വേണമെങ്കിൽ ഇട്ടിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതേണ്ട ഇവിടെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ഉണ്ട്. ഇത് കണ്ട് ഇതിപ്പം ഫ്രണ്ടിലോട്ട് ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലോട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് ഇട്ട് റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. ഈ 2 സീറ്റും നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഇതാണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടോ ഇത്രയും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു ഗുഡി ഫീച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാമെന്ന് വെച്ചത്. സെൻറ്ററിൽ ആ ഒരു ഭാഗമാണെങ്കിലും നമുക്ക് ടണലൊന്നും വരാത്തതുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 ആൾക്ക് ഇരുന്നാലും കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ ഈ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40-20-40 ആ ഒരു രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 2 ഹെഡ് റെസ്റ്റും ഈ 2 ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ്. ഇത് നോർമലായിട്ടുള്ള രീതി തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് രണ്ടും കൂടി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡർ കിട്ടും. അത് കൂടാതെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അകത്തോട്ട് വേണമെങ്കിൽ ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. യെസ്, ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് ഐസോഫിക്സ് ആങ്കറേജ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പോലെ തന്നെ ആ ഒരു ഫിനിഷ് തന്നെയാണ്, ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഭാഗമൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നല്ല പവർഫുള്ളായിട്ടുള്ള AC വെൻ്റാണ് കൊടുത്തേക്കുന്നത്. നല്ല രീതിയിലുള്ള അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ടൈപ്പ് സിയും വരുന്നുണ്ട്, ഒരു ടൈപ്പ് A പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്കൊരു മൊബൈലൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. സീറ്റ് പോക്കറ്റ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ റൂഫൊക്കെ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് പൊതുവേ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ അതാണ് ഒരു വലിയൊരു പ്രത്യേകത. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു 2 ലിറ്റർ ബോട്ടിലൊക്കെ വേണമെങ്കിലും വെക്കാവുന്ന തരത്തിലുള്ള ഒരു സ്പേസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അവിടെയും ഫാബ്രിക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഈ വിറ്റാറയുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി പാക്ക്, വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളും ഒക്കെ, റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് വെളിയിൽ ഇറങ്ങിയിട്ട് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഈ വിറ്റാറയുടെ ഒരു ബാറ്ററി പാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ബാറ്ററി പാക്ക് ഓപ്ഷനാണ് വെഹിക്കിളിൽ വരുന്നത്. 49 കിലോ വാട്ടും വരുന്നുണ്ട്, 61 കിലോ വാട്ടും നമുക്ക് ഒരു ബാറ്ററി പാക്കാണ് നമുക്ക് വരുന്നത്. അതിൽ 49 കിലോ വാട്ട് ബാറ്ററി പാക്കിൻ്റെ ഒരു പവർ ഫിയേഴ്സ് എന്ന് പറയുന്നത് 142 PS പവറും 192 Nm ടോർക്കുമാണ്. നമുക്ക് 61ലേക്ക് വരുമ്പോൾ 171 PS പവറും സെയിം 192 Nm ടോർക്ക് തന്നെയാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ റേഞ്ച് ഇപ്പോൾ കമ്പനി ഒരു ഔദ്യോഗികമായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല. എങ്കിലും നമുക്കൊരു 61 കിലോ വാട്ട് എങ്ങനെ പോയാലും ഒരു 500+ റേഞ്ച് എന്തായാലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു അസ്യൂം ആയിട്ട് ഞാൻ പറയുകയാണ്. അല്ലാണ്ട് നമുക്കിപ്പം കമ്പനി പുറത്ത് വിടാത്തതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും 61 കിലോ വാട്ടിൻ്റെ ബാറ്ററിക്ക് എങ്ങനെ പോയാലും 500+ ഉറപ്പായിട്ടും റേഞ്ച് കിട്ടും. പിന്നെ നമുക്ക് ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ABS എയർ ബാഗ് വരുന്നുണ്ട്. 7 എയർ ബാഗ്സ് ആണ് വിത്ത് നീ എയർ ബാഗ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടുള്ളതെന്നുള്ള എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആ ഒരു ഹെർടെക് ഈ പ്ലാറ്റ്ഫോമാണ് വെഹിക്കിൾ വരുന്നത്. അതായത് ഒരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിൽ ഒരു പ്യുവർ EV എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലാണ് ഈ വിറ്റാറ വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ഈ വിറ്റാറയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലർ നെക്സ പാലാരോട്ടം ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.